ഹലോ ഫ്രണ്ട്സ്, ചന്ദ്രഗിരിയിൽ നിന്ന് ചന്ദ്രകാന്തത്തിൻ്റെ ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് നമ്മുടെ നന്ദ ഇങ്ങനെ ഗൗതത്തിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരിക്കും. അപ്പോഴാവും ഗൗതം കാറിൽ കയറി പോകുന്നത്. കുറേ നേരം നന്ദ കാറിൽ കൊട്ടും, പക്ഷേ ഗൗതം നിർത്തില്ല, നേരെ പോവും. പിന്നീട് കാണിക്കുന്നത് ഗൗതം കമ്മീഷണർ ഓഫീസിൽ പോവുകയും കമ്മീഷണർ പറയും, നന്ദ അല്ലാതെ എഴുതിയത്, തനിക്ക് വേറെ ആരോ ശത്രുക്കളുണ്ട്, തന്നെ അറിയാവുന്ന താൻ ഈ രഹസ്യം പറഞ്ഞ വേറെ ആരോ ഉണ്ട്, അവരായിരിക്കും ഈ ലെറ്റർ എഴുതിയിട്ടുണ്ടാവും, അല്ലാതെ ഒരിക്കലും നന്ദ ഇങ്ങനെ ചെയ്യില്ല. എനിക്ക് അപ്പോഴും തോന്നിയിരുന്നു ആ കുട്ടി ഒരിക്കലും ഇങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന്. അവൾ നല്ല കുട്ടിയാടോ, തനിക്ക് ചേർന്ന ഒരു വൈഫാടോ എന്നൊക്കെ പറഞ്ഞിട്ട് കമ്മീഷണർ ഇങ്ങനെ പറയും. അപ്പോൾ ഗൗതത്തിന് വളരെയധികം സങ്കടം തോന്നും. പിന്നെ കമ്മീഷണർ പറയും, അവൾ ഒപ്പിട്ട് തന്നിരിക്കുന്നു, താനല്ല ചെയ്തത്, പരാതി പിൻവലിച്ചിട്ടുള്ള ഒപ്പൊക്കെ ഇട്ടിരിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് കേൾക്കുന്ന ഗൗതത്തിന് വളരെയധികം സങ്കടം തോന്നിയിട്ട് ഗൗതം എണീറ്റ് പോവാവും. അപ്പോൾ കമ്മീഷണർ പറയും, നീ എന്തായാലും വേഗം വീട്ടിലേക്ക് ചെല്ലാതെ നന്ദയെ ചെന്ന് കണ്ട് സംസാരിക്കുക എന്നൊക്കെ പറയും. അപ്പോൾ ഗൗതം കുറേ നേരം അവളെക്കുറിച്ചിട്ട് ഓരോന്നും ഇങ്ങനെ ആലോചിക്കും, നന്ദയെക്കുറിച്ചിട്ട്. ഗൗതത്തിന് വളരെയധികം സങ്കടം തോന്നും. നന്ദയെ ഓരോന്നും പറയുന്നതൊക്കെ ഗൗതം ഇങ്ങനെ ആലോചിക്കും. പിന്നെ കാണിക്കുന്നത് ഇന്നീവരത്തിലാണ്. ഇന്നീവരത്തിൽ മോഹിനി ഇങ്ങനെ പറയും, ഇവിടെ ചിലരൊക്കെ കാണാതെയൊക്കെ വഴിപാട് നടത്തുന്നുണ്ട് നന്ദയ്ക്ക് വേണ്ടിയിട്ട് എന്ന് പറയും. അപ്പോൾ പ്രിയ പറയും, കാണാതെ ഒന്നല്ല, ഞാൻ കണ്ടിട്ട് തന്നെ, എല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ ത്രിമധുരം കഴിച്ചത്. അത് ചെറിയ മീൻ കഴിച്ചല്ലോ, എന്തേ അത് ഛർദ്ദിക്കാൻ തോന്നുന്നുണ്ടോ എന്നൊക്കെ പ്രിയേച്ചി ഇങ്ങനെ പറയും. അപ്പം പിങ്കി പറയും, എന്ത് വഴിപാട് കഴിച്ചിട്ടും ഇനി ഒരു കാര്യമില്ല, ഗൗതത്തിൻ്റെ മനസ്സിനെ അത്രയധികം മുറിവേൽപ്പിച്ചിട്ടുണ്ട് നന്ദ. ഇനി ഒരിക്കലും ഗൗതത്തിൻ്റെ മനസ്സിൽ എന്തായാലും നന്ദ ഇനി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഗൗതം അങ്ങോട്ടേക്ക് വരിക. അപ്പോൾ പവിത്ര പറയും, ദേ ഗൗതമേട്ടൻ വന്നല്ലോ എന്ന് പറയും. എല്ലാവരും നോക്കുന്നു. അപ്പോൾ പ്രിയേച്ചി ചോദിക്കും, എന്താടാ ഇന്ന് നേരത്തെ പറഞ്ഞു? അപ്പോൾ വല്യമ്മ പറയും, എങ്ങനെ നേരത്തെ വരാതിരിക്കും, എൻ്റെ കുഞ്ഞിനെ അവിടെ ഇരിപ്പുറക്കണ്ടേ, ആ നശിച്ചവൾ കാരണം എൻ്റെ കുഞ്ഞിൻ്റെ മനോവിഷമം എങ്ങനെ മനസ്സ് തീരും എന്നൊക്കെ പറയും. അപ്പോൾ ഗൗതം പറയും, അതെ, അവൾ കാരണം എനിക്ക് മനസ്സ് വേദന ഉണ്ട്, പക്ഷേ അത് എന്നെ പോലീസിൽ പരാതി കൊടുത്തതിൻ്റെ പേരിലല്ല, അവളല്ല പരാതി കൊടുത്തതെന്ന് അറിഞ്ഞതിന് ശേഷമാണ് എനിക്ക് നന്ദയെക്കുറിച്ചുള്ള വിഷമം പറയും. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ പകച്ചു നോക്കും. എന്ത് ചോദിക്കും, അതെ, നന്ദയല്ല പരാതി കൊടുത്ത്, വേറെ ആരോട്ടാണ് ആ പരാതി കൊടുത്തത്, ഈ വിവരം അറിയാവുന്ന വേറെ ആരോ ഒരാൾ, അത് ഏലപ്പാറയിലുള്ളവരാവാൻ പറയും, അതല്ലാതെ ഈ വീട്ടിലുമുണ്ടല്ലോ പറയും. പിങ്കിക്കും അറിയില്ലേ അതെന്ന് വയ്ക്കും. അപ്പോൾ പിങ്കി വളരെ ദേഷ്യത്തിൽ പറയും, ആ ഇനി ആ കുറ്റം എൻ്റെ മേലില്ലാണ്ട് ചുമത്തിക്കുക, അപ്പോൾ പിന്നെ എല്ലാം കഴിഞ്ഞല്ലോ എന്ന് പറയും. അപ്പോൾ ഗൗതം പറയും, അത് ഞാൻ പിങ്കിയാണ് ചെയ്തതെന്ന് പറഞ്ഞില്ലല്ലോ പറയും. അല്ല, ഗൗതത്തിന് പറഞ്ഞത് അങ്ങനെയാണെന്ന് വല്യമ്മ പറയും. എന്നിട്ട് ഗൗതം പറയും, ഇനി എൻ്റെ ശ്രമം അതാണ്, ആരായിരിക്കും അത് ചെയ്തതെന്നുള്ളതാണ് എൻ്റെ അന്വേഷണം എന്ന് പറയും. ഇത് കേൾക്കുന്ന പിങ്കി വളരെയധികം ദേഷ്യത്തിലും പിന്നെ ഞാനായിരിക്കുമോ എന്നുള്ള പേടിയാലും പിങ്കി ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് രാവിലെയാണ്. രാവിലെ നന്ദ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ സാറിനെ കാണാം. അപ്പോൾ സാറിനോട് പറയും നടന്നതെല്ലാം. അപ്പോൾ ഗൗതം സാറ് എത്ര ശ്രമിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ സാറ് കുറേയൊക്കെ ഉപദേശിക്കും, നിങ്ങളിങ്ങനെ നിങ്ങളുടെ ജീവിതം കുട്ടിക്കളിയായി കാണരുത്, നല്ല സീരിയസോട് കൂടി കാണണം, സാറിനെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് എന്നൊക്കെ നന്ദയുടെ സാറ് പറയും. അപ്പം നന്ദ പറയും, ഞാൻ എൻ്റെ നിരപരാധിത്വം കമ്മീഷണറോട് പറഞ്ഞിരിക്കുന്നു, കമ്മീഷണർ എന്തായാലും ഗൗതം സാറിനോട് പറഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെ നന്ദയുടെ സാറിനോട് ഇങ്ങനെ പറയും. എന്നിട്ട് സാറ് പറയും, നന്ദ മൊബൈൽ ഫോൺ ഓഫാക്കി വെച്ചേക്ക്, പ്രാക്ടിക്കൽ ക്ലാസ് അല്ലേ, അതെനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറയും. അപ്പം നന്ദ മൊബൈൽ ഫോൺ ഓഫാക്കിയിട്ട് ക്ലാസ്സിലേക്ക് കയറും. അപ്പോഴാണ് ഗൗതം കോളേജിലേക്ക് വരുന്നത്. എന്നിട്ട് റിസപ്ഷനിൽ ചോദിക്കും, മെഡിക്കൽ സ്റ്റുഡൻസിൻ്റെ ക്ലാസ് എവിടെ ചോദിക്കും. അപ്പോൾ ഏത് ക്ലാസ്സാണ് ചോദിക്കുമ്പോൾ ഗൗതമിനെ അറിയില്ല. അപ്പോൾ അളകനന്ദ ഇവിടെയല്ലേ ചോദിക്കും. അപ്പോൾ ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റ് പറയും, അളകനന്ദ പ്രാക്ടിക്കൽ ലാബിലാണ്, അരമണിക്കൂർ കഴിഞ്ഞേ കാണാൻ പറ്റുള്ളൂ പറയും. അപ്പോൾ ഗൗതം നിന്നിട്ട് ഫോണിൽ വിളിക്കും. അപ്പോൾ അളകനന്ദയുടെ ഫോണ് സ്വിച്ച് ഓഫ് ആവും. പിന്നെയും ഗൗതം ഇങ്ങനെ നന്ദയ്ക്ക് ഫോൺ ചെയ്യും, പക്ഷേ നന്ദയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആവും. പിന്നെ കാണിക്കുന്നത് നന്ദ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ സാറ് കാണും. സാറ് കണ്ടപ്പോൾ പറയും, നന്ദ ഇനി വീട്ടിലേക്കല്ലേ, ഇവരുടെ കൂടെ പൊക്കോ പറഞ്ഞിട്ട് 2 പേരെ പരിചയപ്പെടുത്തും. എന്നിട്ട് അവരെ കൂടെ പൊക്കോളാൻ പറയും. അപ്പോൾ പോകുന്ന വഴി അവരങ്ങനെ പോവും. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ സാറിങ്ങനെ പോകുമ്പോഴാണ് ഗൗതം അവിടെ ഇങ്ങനെ ഇരിക്കണ്ടാവും, നന്ദയെ വെയിറ്റ് ചെയ്തിട്ട്.
അപ്പോൾ സാറ് പറയും ACP ഗൗതം മേനോനല്ലേ ചോദിക്കും. അപ്പോൾ അതേ പറയും. അയ്യോ നന്ദ ക്ലാസ്സിന് പോയല്ലോ, ഒന്ന് ഫോൺ ചെയ്തു നോക്ക് പറയും. അപ്പോൾ ഫോൺ വിളിച്ച് നോക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആണ് പറയും. അത് ഞാൻ ക്ലാസ്സിൽ കയറാൻ പറയുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തേക്കാൻ പറഞ്ഞു, അതുകൊണ്ടാണ് പറയും. അപ്പോൾ ഗൗതം പറയും എൻ്റെ ഫോണിൽ ഇപ്പോൾ ചാർജ് കഴിയും പറയും. അപ്പോൾ സാറ് പറയും എന്തായാലും എനിക്ക് കുറച്ച് നേരം ഗൗതത്തിനോട് വർത്തമാനം പറയാനുണ്ട്, നമുക്ക് പുറത്തെവിടെയെങ്കിലും വെച്ച് സംസാരിച്ചാലോ പറയും. അപ്പോൾ ആയിക്കോട്ടെ പറഞ്ഞിട്ട് ഗൗതം പറയും. എന്നിട്ട് അവർ പുറത്തേക്ക് പോകും. പിന്നെ നന്ദ പോകുമ്പോൾ ആ മെഡിക്കൽ സ്റ്റുഡൻറ്റ് കാണും, തന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്, താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ അവിടുന്ന് നന്ദ ഓടിപ്പോയി നോക്കും, പക്ഷേ അവിടെ ഗൗതത്തെ കാണില്ല. അപ്പോൾ നന്ദ ഫോൺ വിളിച്ച് നോക്കുമ്പോൾ ഗൗതത്തിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും. അങ്ങനെ നന്ദ അവിടുന്ന് മടങ്ങിപ്പോകുന്നു. പിന്നീട് ഇന്നീവരത്തിൽ പിങ്കിയെ കാണിക്കും. എല്ലാവരും ഇങ്ങനെ ഇരിക്കുമ്പോൾ പിങ്കി പറയും ഞാനിന്ന് എന്തായാലും വിചാരിച്ചത് ഗൗതം ഇന്ന് നേരം വൈകിയേ വരുള്ളൂ, അവളെ കാണാൻ പോയിരിക്കല്ലേ എന്നൊക്കെ പറയും. അപ്പം മോഹിനി പറയും ഇത്രയൊക്കെ ചെയ്ത് വെച്ചിട്ടും അവളുടെ കാല് പിടിച്ചിട്ട് അവളെ കൊണ്ടുവരാൻ വേണ്ടി പോയിരിക്കുകയാണ്, അവർക്ക് പ്ലാൻ ഉണ്ടാവും ഇവിടെ കാട്ടിക്കൂട്ടിയതിനൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന്, അവൾക്ക് നിബന്ധനകൾ ഉണ്ടാവും എന്നൊക്കെ വല്യമ്മയും പറയും. പിന്നീട് വല്യമ്മ പറയും എന്തൊക്കെ വന്നാലും എൻ്റെ തല പോയാലും ഞാൻ ഈ വീട്ടിൽ അവളെ കയറ്റില്ല എന്നൊക്കെ പറയും. ഇനി ഈ വീട്ടിൽ ഞാനോ അല്ലെങ്കിൽ അവളോ മതി എന്നൊക്കെ വല്യമ്മ പറയും. അപ്പം പ്രിയ പറയും അപ്പം അമ്മ എന്താ ക്ഷേത്രങ്ങളിൽ പോയി ഭജന ഇരിക്കാൻ പോവുകയാണോ എന്നൊക്കെ ചോദിക്കും. അപ്പം അച്ഛൻ പറയും എന്തായാലും ഇവിടുന്ന് പോവില്ല, ആ നശിച്ചവളെ ഈ വീട്ടിലേക്ക് കയറ്റും ചെയ്യില്ല എന്നൊക്കെ പറയും. ഇത് കേൾക്കുന്ന ലക്ഷ്മിക്ക് ദേഷ്യം വരും. നിങ്ങൾക്കെല്ലാവർക്കും എന്താ നന്ദയോട് ഇത്ര ദേഷ്യം? അവളെല്ലാം തെറ്റ് ചെയ്തതെന്ന് മനസ്സിലായില്ലേ, പിന്നെയും എന്തിനാ ഇങ്ങനെ അവളോട് ഇങ്ങനെ വെറുപ്പ് കാണിക്കുന്നേ എന്നൊക്കെ പറയും. എൻ്റെ മോൻ അവളെ കൊണ്ടുവരികയാണെങ്കിൽ കൊണ്ടുവരട്ടെ എന്നൊക്കെ പറയും. എനിക്കറിയാം എന്നോടുള്ള ദേഷ്യമാണ് നിങ്ങൾ എൻ്റെ മോളോടും കാട്ടുന്നതെന്നൊക്കെ ലക്ഷ്മി ഇങ്ങനെ പറയും. നിങ്ങൾക്ക് ഞാൻ വന്നപ്പോൾ മുതൽ തുടങ്ങിയ ദേഷ്യമാണ്, എന്നോടുള്ള ദേഷ്യം എന്തിനാ എൻ്റെ പാവം നന്ദമോളോട് കാണിക്കണേന്നൊക്കെ ലക്ഷ്മി ഇങ്ങനെ പറയും. അപ്പോൾ പ്രിയ പറയും ഞാൻ ഈ വീട്ടിൽ കിടന്ന് നരകിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മയാണ് അതിനെല്ലാം കാരണം, ഞാൻ സത്യങ്ങൾ തുറന്ന് പറയുന്നില്ലേ, പിന്നെന്താ ലക്ഷ്മി ചെറിയമേ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയും. അപ്പോൾ വല്യമ്മ പറയും അവളെന്തായാലും ഈ വീട്ടിൽ ഞാൻ കയറ്റില്ല പറഞ്ഞിട്ട് ഇതാക്കും. അപ്പോൾ അച്ഛൻ പറയും എന്തായാലും അവൾ ഈ വീട്ടിൽ കയറ്റില്ല, അവൾ വല്ല വാടകയ്ക്കും പൊക്കോട്ടെ, വേണമെങ്കിൽ അവനും പൊക്കോട്ടെ പറയും, ആ ഗൗതം പൊക്കോട്ടെ നാണം കെട്ടവൻ എന്നൊക്കെ പറയും. ഇത് കേൾക്കുമ്പോൾ പിങ്കിക്ക് ആകപ്പാടെ ഇതാവും, ഗൗതം എങ്ങാനും വാടകയ്ക്ക് പോയാലോ എന്ന്. അപ്പോൾ ലക്ഷ്മി പറയും അവൻ പോവുകയാണെങ്കിൽ കൂട്ടത്തിൽ ഞാനും പോവും, എൻ്റെ മക്കളുടെ കൂടെ എനിക്കും താമസിക്കണം, ഞാൻ പോവും, എനിക്ക് മതിയായി ഈ വീട്ടിൽ നിന്നിട്ട്, ഇത്രയും കാലം എന്നെ ചെയ്തതൊന്നും ഞാൻ മറന്നിട്ടില്ല, ഒരു ദിവസം ഞാൻ പൊട്ടിത്തെറിക്കും ഈ വീട്ടിൽ വെച്ചിട്ട് എന്നൊക്കെ പറയും. അപ്പോൾ എല്ലാവർക്കും ആകെപ്പാടെ ടെൻഷനാവും. പിങ്കിക്ക് ഇത് കേൾക്കുമ്പോൾ ആകെ ഇതാവും, ഇവരെങ്ങാനും പോയാലോ എന്നുള്ളൊരു വിഷമം. പിങ്കി പറയും അവളുടെ കാല് പിടിച്ചിട്ട് അവളെ കൊണ്ടുവരാനാവും ഇത്രയും നേരം ഗൗതം വഴുകുന്നേ എന്നൊക്കെ പറയും. അപ്പം ലക്ഷ്മി പറയും എന്തായാലും നന്ദമോൾ അത്തരക്കാരിയല്ല, ആരെന്ത് കാല് പിടിച്ച് പുറകെ ചെന്നാലും അങ്ങനെയൊന്നും വരുന്ന കൂട്ടത്തിലല്ല എൻ്റെ നന്ദമോൾ എന്ന് പറയും. അതെ വീറും വാശിയുള്ള കുടുംബത്തിൽ ജനിച്ചതാണ് പറയും. എന്നിട്ട് പിങ്കിയുടെ മുഖത്തേക്ക് നോക്കും. അപ്പോൾ പിങ്കിക്ക് ഇത് കേൾക്കുമ്പോൾ ദേഷ്യം വന്നിട്ടുള്ള നോട്ടത്തിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്